ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ വണ്ടി 33,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 33,000 കിലോമീറ്റർ ആയെന്നല്ല, 33,000 കിലോമീറ്ററിൽ നമ്മൾ സർവീസ് കൊടുത്തു. അപ്പോൾ 33,062 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ വണ്ടി സർവീസ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്ര നാൾ ഈ വണ്ടി സർവീസ് ചെയ്തതിൽ നല്ലൊരു ബില്ലാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബില്ലെന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ടൊന്നുമല്ല, ചെറിയ എമൗണ്ടാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് വണ്ടിയുടെ കയ്യിലിരിപ്പ്, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടൊക്കെയാണ് അത്ര എമൗണ്ട് വന്നേക്കണത്. അപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്നത് 9,051 രൂപയാണ് സർവീസ് കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 9,051 രൂപയിൽ നമുക്ക് മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ 33,000 കിലോമീറ്റർ ആയപ്പോഴാണ് ചൈനീസ് സ്പ്രോക്കർ ഫസ്റ്റ് ടൈം നമ്മൾ ഈ വണ്ടിയുടെ മാറുന്നത്. ഇത്രയും നാളായിട്ട് എനിക്ക് ചൈനീസ് സ്പ്രോക്കറ്റും കിട്ടി. ചൈനീസ് സ്പ്രോക്കറ്റ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ അതിനാണ് ഒരു എമൗണ്ട് വന്നിരിക്കുന്നത്. ചൈനീസ് സ്പ്രോക്കറ്റ് മാറി. പിന്നെ നമുക്ക് വരികയാണെങ്കിൽ വണ്ടിയുടെ വീൽ ബെയറിങ് നമുക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോക്കിൻ്റെ സീലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു റഫ് യൂസ് കൊണ്ടിട്ടാണ്. അപ്പോൾ എങ്ങനെ എന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. 9,051 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങാമായിരുന്നു. ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു പഴയ CT 100 വാങ്ങാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം. ഹോണ്ടയുടെ വണ്ടിക്ക് നല്ല സർവീസാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ നല്ല സർവീസ് കോസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എൻജിൻ ഓയിലിൽ തന്നെ തുടങ്ങാം. എൻജിൻ ഓയിൽ തുടങ്ങുകയാണെങ്കിൽ ഈ വണ്ടിയുടെ 5W30 എന്ന് പറയുന്ന എൻജിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 434 രൂപ ഒരെണ്ണത്തിന്. പക്ഷേ ഞാനുണ്ടല്ല, എൻ്റെ യുണീക്ക് തന്നെ 1 ലിറ്റർ മേടിക്കണത് ഫുള്ളി സിന്തറ്റിക്കാണ്. അതിന് 900 രൂപ വില വരുന്നുണ്ട്. ഇത് കമ്പനി കൊടുക്കുമ്പോൾ സാധാ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 2 ഓയിലും കൂടി ഏകദേശം 869 രൂപ നമുക്ക് ഓയിലിന് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ ഫിൽറ്ററിന് 77 രൂപ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാഷർ എന്നൊക്കെ പറഞ്ഞ ഒരു 4 രൂപ കൊടുത്തിട്ടുണ്ട്. അത് വേറെ എന്തോന്നാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ ബ്രേക്ക് പാഡുകൾ മാറിയിട്ടുണ്ട്. ബ്രേക്ക് പാഡിന് നമുക്ക് വന്നിരിക്കുന്നത് 682 രൂപയാണ്. ഫ്രണ്ടും ബാക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആ ഒരു എമൗണ്ട് ഉണ്ട്. നമ്മൾ ഒരെണ്ണത്തിൻ്റെ എമൗണ്ടാണ് പറഞ്ഞത്. പിന്നെ ഞാനിനി എല്ലാ എമൗണ്ടും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ കാശ് വന്നേക്കണമെന്ന് പറയാം. അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് 880 രൂപ ചാർജ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് അതേഴ്സ് എന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇവർ ഞാൻ പറയുവാണെങ്കിൽ ടോട്ടൽ പാർട്സ് എമൗണ്ട് വന്നിരിക്കുന്നത് 6,903 രൂപയും ടാക്സ് എന്ന് പറയുന്നത് 1,474 രൂപയും ലേബർ ചാർജ് 2,147 രൂപയുമാണ് ലേബർ ചാർജൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചൈനീസ് സ്പ്രോക്കറ്റിനാണ്. 1,200 രൂപ വരെ ചൈനീസ് സ്പ്രോക്കറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ പാർട്സായിട്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം അതിനകത്ത് പലതും കൊടുത്തിട്ടുണ്ട്. കുഷ്യൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന് 449 രൂപ 3 നോസ്. പിന്നെ അതുപോലെ തന്നെ സീല് ഫോർക്ക് 492 രൂപ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഫോട്ടോ എടുത്ത് ചാനലിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ AMC എന്ന് പറഞ്ഞ സാധനം, ആനുവലി മന്ത്ലി സർവീസാണ്. അങ്ങനത്തെ സംഭവമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സ്ട്രാ ഒരു 2,300 രൂപ വേറെയും വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു 10-12 രൂപയ്ക്ക് സർവീസ് കോസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നിലവിൽ. അപ്പോൾ ഹോണ്ടയുടെ ഹൈനസ് നിങ്ങൾ സർവീസ് ചെയ്യുകയാണെങ്കിൽ സർവീസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ബേസിക്കലി ഒരു 5,000 രൂപ വരെ വരാറുണ്ട്. അപ്പോൾ ഇത്തവണ ഇത്രയും എമൗണ്ട് വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചെയിൻ സ്പ്രോക്കറ്റ് മാറി, പാഡുകൾ മാറി, പിന്നെ ഫ്രണ്ടിലെ വീൽ ബെയറിങ് മാറി, അതുപോലെ തന്നെ നമ്മുടെ ഷോക്കിൻ്റെ സീല് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു എമൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഹോണ്ട ഹൈനസ് വാങ്ങാനാവുന്നുള്ളവരോടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടി കമ്പനി സർവീസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ പുറത്ത് കൊടുത്ത് ചെയ്യുന്നതായിരിക്കാം. കാരണം നമുക്കിപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ പുറത്തൊക്കെ മാറുമോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ സ്പെയറൊക്കെ കിട്ടുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയൊരു എമൗണ്ട് വരും നമുക്ക് കമ്പനിയിൽ കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ബേസിക്കലി ഈ ഓയിൽ എന്ന് പറയുന്ന സാധനത്തിന് 400 സംതിങ് ആണ് കാണിക്കുന്നത്. അതിപ്പോൾ കമ്പനി നമുക്കിപ്പോൾ വണ്ടി ഫുൾ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കമ്പനി തന്നെ കൊടുത്തെല്ലാം സർവീസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ പുറത്ത് മാറാം. ഞാൻ കൂടുതലും എന്താ പറയുക ഞാൻ എൻ്റെ യൂണീക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിലിന് 900 രൂപ വില വരുന്നുണ്ട്. അത് 1 ലിറ്ററിന് ഫുള്ളി സിന്തറ്റിക്. ഇത് സിന്തറ്റിക് ഓയിലും അല്ല. പിന്നെ ഹോണ്ടയിൽ തന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ വണ്ടിയിൽ വേറെ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ സർവീസിന് 2 ദിവസമായിട്ടുള്ള ഇറക്കിയിട്ട് വണ്ടി നല്ല അലങ്കോലമായിട്ടുണ്ട്. അത് നോക്കണ്ട. പിന്നെ ഞാനിപ്പോൾ നെക്സ്റ്റ് വണ്ടിയിൽ പുതിയതായിട്ട് അപ്ഗ്രേഡ് ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, ടയർ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടയർ നമ്മുടെ RSൻ്റെ ടയറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബാംബ്ലിങ് ഇഷ്യൂസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും എക്സ്ട്രാ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ഞാൻ ഹാൻഡിൻ്റെ റൈസർ വെച്ച് ഹാൻഡിലൊന്നുകൂടെ പൊക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേഷൻസിൽ ഈ വണ്ടിയിൽ ഞാൻ ബാക്കിൽ കുറേ ക്ലാസ് കാർഡും കാര്യങ്ങളൊക്കെ കയറ്റാൻ പോകുന്നുണ്ട്. അതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു എമൗണ്ട് കണ്ട് നല്ലൊരു എമൗണ്ട് എനിക്ക് വന്നു. അതാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പാറ്റ് വെച്ചാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഉണ്ടല്ല, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും കമൻറ്റ് അടി. അപ്പോൾ ഓക്കെ, ആരാണത്?